അപ്പൊ പിന്നെ അപ്പൊ ഒരു സ്വപ്നം കണ്ടു. എന്നാ സ്വർഗ്ഗത്തിൽ പോയിട്ട് നമുക്ക് വന്നിട്ട് 25 ആക്കാന്ന്. അങ്ങനെ പോയിട്ട് അവിടെ 25 അവസാനം 5 ആക്കി കൊണ്ടുവന്നു. 5 ആക്കുമ്പോ വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് നടു നിവർത്തി കിടന്നുറങ്ങാം. ഇടയ്ക്കിടയ്ക്ക് കുനിയും പൊങ്ങുകയൊക്കെ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് ആദ്യം 50 കൊടുത്തിട്ട ദൈവം പിന്നെ ഒരു 25 ആക്കണു. പിന്നെ ആദ്യം 35 ആക്കും. പിന്നെ 40 ആക്കണം. പിന്നെ 25 ആക്കണം. പിന്നെ 5 ആക്കണം. എന്തുട്ടാടെ ഈ പരിപാടി? ഈ പുള്ളിക്ക് നിലനിൽപ്പൊന്നുമില്ലേ? സ്വന്തം അല്ല വാക്കില് അതും ഉറച്ചേക്കാൻ പറ്റുന്ന ദൈവമാണത്. ക്ണാപ്പ്. ഏഞ്ചൽ ബ്രദറെ, അതും ഖുർആനിൽ ഇല്ലല്ലോ. അതും ഈ 300 വർഷത്തിന് ശേഷമുള്ള ഹദീസിലല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അല്ല ഹദീസിൽ എവിടെയാ ഉള്ളത്? ഹദീസിൽ എവിടെയാ 5 നേരം നിസ്കരിക്കണം, നിസ്കരിക്കുമ്പോ ഇതൊക്കെ ചെയ്യണം എന്നുള്ളത്? ഇനി പുള്ളി വേറെ പ്രമാണം എനിക്ക് പ്രമാണം അറിയില്ലെന്ന്. എടാ എനിക്കറിയണ പ്രമാണം നിനക്കറിയോ? വെല്ലുവിളിക്കാൻ ഞാൻ. ഓന് പ്രമാണം പഠിപ്പിക്കാൻ വന്നേക്ക്. എന്നിട്ട് പ്രമാണം പറയാൻ പറഞ്ഞപ്പോ എന്റെ അടുത്ത് പോയിട്ട് ഉണ്ടാക്കിയിട്ട് വരാം. ഇപ്പൊ ചുരുക്കി പറഞ്ഞ നെസു പറഞ്ഞതനുസരിച്ച് ഹദീസുകളൊക്കെയാണ് ഇവരുടെ ഒന്നാം പ്രമാണം. ഖുർആനൊക്കെ ഏറ്റവും ലാസ്റ്റ്. ജെന്റിൽ ബ്രദറെ, ഈ പുള്ളിക്ക് ഇപ്പം ഞാനൊക്കെ വന്നിട്ട് 6 മാസമേ ഉള്ളൂ ക്ലബ് ഹൗസിൽ. ഈ പുള്ളിയൊക്കെ തുടക്കം മുതലേ ഉള്ളവരാണ്. അപ്പം ജെന്റിൽ ബ്രദറിനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ അറിയാവുന്ന ഒരാളാണ് നിസു. അപ്പം പിന്നെ പിന്നെ ഇതൊക്കെ അല്ല പഠിക്കണം. നിസുവിനൊക്കെ പാച്ചയ്ക്ക് വെള്ളം കുടിപ്പിച്ച് വിട്ടിട്ടുള്ളതല്ലേ? അത് നിസുവിനെ വെള്ളം കുടിപ്പിച്ച നിസുവിനെയും ഫഹദിനെയും വെള്ളം കുടിപ്പിച്ച് വിട്ടിട്ടുള്ളത് യഹോവ എന്ന വാക്ക് ഖുറാനിലുണ്ടോന്ന് ചോദിച്ചിട്ടാ. മറ്റേ ഇവൻ ഫഹദ് വലിയ കാര്യത്തിൽ പറയായിരുന്നു. യഹോവ ആരാണ്? യഹോവ ആ തേങ്ങയാണ്, ഈ മാങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട് വരുമായിരുന്നു. യഹോവ ആ ദൈവമാണ്, ഈ ദൈവമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഗോത്ര ദൈവമാണെന്നൊക്കെ പറഞ്ഞു. എടാ അവന്മാരുടെ ഖുറാനിൽ എഴുതി വെച്ചിരിക്കുക സെക്കരിയ, യാഹിയ എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുക. അപ്പൊ ഇതൊക്കെ ഏതാന്ന് ചോദിച്ചാ മേടിച്ചു. പിന്നെ സക്കരിയ ഏത് പള്ളിയിലാണ് മൊല്ലാക്കയായിരുന്നത്? എടാ അന്ന് ഇസ്ലാമിന് പള്ളിയില്ലല്ലോ. പിന്നെ എങ്ങനെയാ സക്കരിയ ദേവാലയത്തിലുണ്ടായിരുന്നെന്നും മറിയം ബീവിനെ കൊണ്ട് കൊടുത്തുന്നൊക്കെയുള്ള കഥ വരുന്നത്? അപ്പൊ സക്കരിയ ഏത് പള്ളിയിലെ ഉസ്താദായിരുന്നു? ഏത് പള്ളിയിലെ മൊല്ലാക്കയാ? ഏത് പള്ളിയിലെ ഇമാമായിരുന്നു? എടാ അതൊക്കെ ബൈബിളിന്ന് കോപ്പി അടിച്ചാ പറ്റിയ തെറ്റാന്ന് പറയുമ്പോ യാഹിയ എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുകയാ ഖുർആനില്. യാഹിയ. ഈ യാഹിയ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഓക്കെ ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്ക്. യാഹ്യ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഒന്ന് ഗൂഗിൾ ചെയ്തേ. എന്നിട്ട് എന്റെ അടുത്തൊന്ന് പറ. എന്നിട്ട് അതിന് താഴത്തെ ചാറ്റ് ബോക്സ് ഒന്ന് ടൈപ്പ് ചെയ്യ്. യാഹ്യ, സക്കരിയ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഖുറാനിലുള്ള പേരുകളാണേ. എന്നിട്ട് നിങ്ങളൊന്ന് പറ. ഞാൻ അധികം പറയുന്നില്ല. നിങ്ങൾ തന്നെ പറ. യാഹിയ യെശയ്യ മീൻസ് യാഹ്വേ യഹോവ സേവ്ഡ്, ഈസ്. ജെറമിയ വിൽ അല്ല, റൈസ്. ജെറമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ റൈസ്. ഒബദിയ യെരമ്യ അല്ല. സെർവിങ്. യാഹ്യ എന്ന് നോക്ക്. യാഹ്യ. യാഹിയ മീൻസ്, പറയാം ഇപ്പൊ വായിക്കുക. യാഹിയ മീൻസ് യാഹുവേ ഈസ് മെർസിഫുൾ. ആ ഈ പേര് ഖുറാനിലുണ്ട്. നിങ്ങൾക്കറിയോ അത്? ഇനി ഖുറാനിൽ യാഹ്യ ഞാൻ കാണിച്ചു തരണോ? വെയിറ്റ് ചെയ്യ്. സൂറത്തുൽ മറിയം 7 8 എടുക്ക്. സൂറത്തുൽ മറിയം 19 സോറി 19ന്റെ 7 എടുക്ക്. ഹലോ ഞാൻ ഓഡിബിൾ ആണോ? ചെക്കിംഗ് 1 2 1. യെസ് 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 മൈക്ക് ബ്രദറെ. ഒന്ന് നോക്കിക്കേ. ഞാൻ സൂറത്തുൽ മൈക്ക്. മറിയം ഈ പറഞ്ഞ ഭാഗം ഒന്ന് എടുത്തേ. 19ന്റെ 7. യാ, ഒരു നിമിഷം. ഹേ സക്കറിയ, തീർച്ചയായും നിനക്ക് നാം ഒരു ആൺകുട്ടിയെപ്പറ്റി സന്തോഷ വാർത്ത അറിയിക്കുന്നു. അവൻ്റെ പേര് യാഹ്യ എന്നാകുന്നു. എന്താ മുൻപ് അവന്റെ നാം പേര്? ആരെയും. അവന്റെ യാഹ്യ. പേരെന്താ? യാഹ്യ. യാഹ്യയുടെ അർത്ഥം എന്താ? മേഴ്സിഫുൾ. യഹോവ മേഴ്സിഫുൾ ആണ്. എന്നാണല്ലേടാ കോപ്പി അടിക്കുമ്പോഴെങ്കിലും യാഹ അല്ലാന്നെങ്കിലും ആക്കായിരുന്നില്ലേ? ഇനി സക്കരിയന്റെ അർത്ഥം എന്താ? ഓ സക്കരിയ അള്ളാഹ് വിളിക്കുക. യഹോവ എന്ന് അള്ളാഹ് വിളിക്കുന്ന അവസ്ഥയായില്ലേ? എന്തുട്ട് ഗതികേടതെന്ന് ആലോചിച്ച്. അള്ളാഹു പറയാണ് നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേര് യഹോവ മേഴ്സിഫുൾ എന്നായിരിക്കും എന്ന്. അങ്ങനെ തന്നെയല്ലേ ആ ആയത്ത് പറഞ്ഞിരിക്കണേ?
അല്ലെങ്കിൽ നിങ്ങൾ വായിച്ച, ഞാൻ വായിക്കുന്നില്ല, ഞാൻ വായിച്ചതിനിപ്പോൾ ജെൻറ്റിൽ എഴുതി ഉണ്ടാക്കിയ ഖുറാനാവും. നിങ്ങൾ വായിക്കും. അത് താഴത്ത് ചാറ്റ് ബോക്സിൽ ആരെങ്കിലും ഒന്ന് എടുത്ത് പിൻ ചെയ്യല്ലേ, ബട്ട് യു സേ കോപ്പി പേസ്റ്റ് ചെയ്യും. അള്ളാഹു പറയുക യഹോവ കരുണയുള്ളവനാണ് എന്നായിരിക്കും അവന്റെ നാമെന്ന്. എടാ, പണ്ടത്തെ കാലത്ത് പേരിടുന്ന ഭയങ്കര പ്രശസ്തിയുള്ള കാര്യങ്ങളാ. യഹോവ കരുണയുള്ളവനായിരിക്കും എന്നാണ് സക്കരിയ നിനക്ക് ജനിക്കാൻ പോകുന്ന പുത്രന്റെ പേര് എന്ന് അള്ളാഹു പറയണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ അള്ളാഹുവിന്റെ ക്രെഡിബിലിറ്റി എന്താണ്? എന്നിട്ട് ഇതിനെയാണ് ഫഹദ് വന്നിട്ട് ഗോത്രദൈവം എന്ന് പറയണത്. എടാ, അള്ളാഹു പറഞ്ഞു യഹോവ കരുണയുള്ളവനാണ് മോന്റെ പേരിടേണ്ടതെന്ന്, മോന്റെ പേരെന്ന്. അല്ല, അള്ളാഹുവിന് യഹോവയുടെ പേരെടുക്കേണ്ട ആവശ്യം എന്താന്ന് ഇപ്പൊ എനിക്കറിയാത്തത്. ജെന്റിൽ ബ്രദർ, ഇത്രയൊക്കെ പേരുകൾ കോപ്പി അടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടും ഈ പിന്നെ അബ്ദുൽ മുത്തലിബുമായിട്ടൊന്നും ഒന്ന് കണക്ട് ചെയ്യിക്കാൻ പറ്റുന്നില്ല ഇവരെ, അതാണല്ലോ പ്രശ്നം. ഏത് വകുപ്പില്ല അളിയ, യഹോവ എന്നാ പേരിട്ടിരിക്കണത്. ഖുറാനിൽ വിളിക്കുന്ന പേര് യാഹ്യ, യഹോവ, യാഹ്വെ മേഴ്സി, യാഹ്വെ കരുണ, യഹോവ കരുണയുള്ളവൻ എന്ന പേര് അള്ളാഹു പറഞ്ഞു കൊടുക്കുന്ന പേര്. അല്ല, ഞാൻ ആലോചിക്കുക, കഷ്ടമില്ലേ ഇത്? ഇനി സക്കരിയ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത്, ഞാൻ ചെയ്യുന്നില്ല. താഴത്ത് അജ്മൽ വന്നിരിക്കണ്ടല്ലോ, അജ്മൽ ഒന്ന് ഗൂഗിൾ ചെയ്യ്, യഹോവ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ജെന്റിൽ ബ്രദറെ, ജുനൈദ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, അഹമ്മദ് ജുനൈദ്. ആ, കേട്ടുവിട്. അത് അടുത്ത റേഡിയോയാ. മാന്യമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ വെച്ചോണ്ടിരിക്കും, അല്ലെങ്കിൽ താഴത്ത് പറഞ്ഞേക്കും. അപ്പോഴേ എവിടെ പുറത്താക്കുക, അത്രേ ഉള്ളൂ. ജെന്റിൽ ബ്രദറെ, ഒറ്റ ആ, സെക്കൻഡ്. ജെന്റിൽ ആ, ബ്രദറെ, കാര്യം. ഞാനൊന്ന് അറിഞ്ഞതാണേ, നാളെ സൺഡേ ആണ്. ഇപ്പൊ കിടന്നിട്ട് രാവിലെ എഴുന്നേക്കാൻ പറ്റിയില്ല. ഓക്കെ ബ്രോ, ഓക്കെ ബ്രോ, കാര്യം. ഞാനിവിടെ ഉണ്ട്. താങ്ക് യു. ജുനൈദെ കയ്യിൽ ഖുറാൻ ഉണ്ടോ? ഇല്ല, എന്റെ കയ്യിൽ ഖുർആൻ ഇല്ലെങ്കിൽ. ഇല്ലേ? അയ്യോ, ഖുറാനിലൊരു സംശയം ചോദിക്കണായിരുന്നു. അപ്പൊ കുഴപ്പമില്ല. ജുനൈദെ, നിങ്ങള് അള്ളാനെ വിശ്വസിക്കുന്ന ആളാണോ? അള്ളാഹ് വിശ്വസിക്കുന്ന ആളാ. എന്താ കുഴപ്പം? ആണോ? അള്ളാഹ് ദൈവമാണെന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ നിങ്ങളുടെ കയ്യില്? ഇല്ല. ദൈവത്തിന്റെ പ്രത്യേകത എന്താന്ന് എനിക്ക് നിങ്ങൾ ആദ്യം ഒന്ന് പറഞ്ഞുതരാം. എനിക്കറിയില്ല നിങ്ങളുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്താന്ന്. അപ്പൊ പിന്നെ എനിക്കറിയില്ല അതോടുകൂടി അത് ദൈവത്തിന്റെ തീരുമാനം. പ്രത്യേകത. ദൈവം ആരും ആയിക്കോട്ടെ, ദൈവത്തിന്റെ പ്രത്യേകത എനിക്കറിയാം. എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ, ദൈവത്തിന്റെ പ്രത്യേകത എനിക്കറിയത്തില്ല. അപ്പൊ നിങ്ങൾ ദൈവത്തിന്റെ ദൈവവിശ്വാസി അല്ലേ? ഞാൻ വിശ്വാസിയാണ്. അതിന് അപ്പൊ പ്രത്യേകത ദൈവത്തിന്റെ എന്താന്ന് എന്തിനാ പ്രത്യേകത പറയണേ? എന്താന്ന് ഞാൻ ചോദിക്കുന്നത്. ദൈവത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ എനിക്കൊന്ന് മനസ്സിലാവണം നിങ്ങൾ ദൈവത്തിന്റെ എന്താ ഉദ്ദേശിച്ചത്. ആട്രിബ്യൂട്ട്സ്. ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് ആട്രിബ്യൂട്ട്സ് ഇല്ലേ? ദൈവത്തിന് ആട്രിബ്യൂട്ട്സ് യെസ്. ഉണ്ട്. എന്തൊക്കെയാ? വഞ്ചിക്കുന്നവനല്ലേ നിങ്ങളുടെ ദൈവം? ഖൈറുൽ ഈ മാക്കറീൻ, അല്ല, ഈ വഞ്ചന എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ഏത് പ്രത്യേകതക്കകത്തുള്ളത്? ഖൈറുൽ മാക്കറീൻ. ദൈവം ജനിച്ചിട്ട് വഞ്ചിച്ചിട്ടാണോ? അപ്പൊ ഞാൻ ചോദിക്കുക, എനിക്ക് മനസ്സിലാവുന്നില്ല. വഞ്ചന, ചതി, കൊല, ഇതൊക്കെ ദൈവത്തിന്റെ പ്രത്യേകതയാണ്. ഇതില്ലെങ്കിൽ ദൈവമാവത്തില്ലേ? ഇത് ഉണ്ടായാലേ ദൈവമാവത്തുള്ളൂ, ഇതില്ലെങ്കിൽ ദൈവമാവത്തില്ല. അങ്ങനെ വല്ലതും ഉണ്ടോ? അപ്പൊ ദൈവമാണെങ്കിൽ ഒരാൾ വഞ്ചിക്കണം, അയാൾ ചതിക്കണം. എന്നാൽ അപ്പൊ മനുഷ്യനായാലും ദൈവം ചതിക്കും വഞ്ചനയൊന്നും ഇല്ലേ? ദൈവത്തിന് മാത്രമേ ഉള്ളൂ ഈ ചതിയും വഞ്ചന. എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ പറയുന്നത് എന്തോ. അപ്പൊ നിങ്ങളും വഞ്ചിക്കുന്നു, ദൈവവും വഞ്ചിക്കുന്നു. അപ്പൊ നിങ്ങളും ദൈവവും തമ്മിൽ എന്താ വ്യത്യാസം? എന്റെ ബ്രദർ പോയോ? സാറാ, നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യണം കേട്ടോ, ചോദിച്ചു കഴിഞ്ഞെങ്കിൽ. ഇപ്പം വഞ്ചിക്കുന്നൊരു ഉത്തമൻ അള്ളാഹു ആണെന്ന് പറയുന്നത് നിങ്ങളുടെ ഖുറാനിലല്ലേ? അപ്പം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമാണ്, ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ അതില്ല. എന്റെ ബ്രദർ പറയൂ. ഹലോ അഹമ്മദേ. അപ്പോ ജുനേദെ, നിങ്ങളുടെ ദൈവം തന്ത്രശാലിയാണോ? അല്ല, ഖൈറുൽ ഈ മാക്കറീൻ തന്ത്രം ആണോ? പിന്നെ ചതി
അപ്പൊ നിങ്ങളും ചതിക്കുന്നില്ല, ദൈവം ചതിക്കുന്നില്ല. നിങ്ങളും തന്ത്രശാലിയല്ല, ദൈവം തന്ത്രശാലി. അപ്പൊ നിങ്ങളും ദൈവവും തമ്മിൽ എന്താ വ്യത്യാസം? ചോദിച്ചതിന് ഉത്തരം പറ. ഞാൻ നിങ്ങളും ദൈവവും നിൻ- തമ്മിൽ എന്താ വ്യത്യാസം? ഞാൻ എൻ- ദൈവത്തിന്റെ എൻ- ആട്രിബ്യൂട്ട്സ് എൻ- ആയാലും നിങ്ങളുടെ എന്റെ ആട്രിബ്യൂട്ട്സ് അല്ല ദൈ- ഞാൻ ചോദിച്ചത്. എന്റെ ഞാൻ നിങ്ങളുടെ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് അല്ല ചോദിച്ചത്, ഞാൻ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ്. ജുനേദെ അപ്പൊ നിങ്ങൾ അത് പറ, ജുനൈദ് അത് പറ. റേഡിയോ റേഡിയോ പോലെ പോലെ സംസാരിക്കില്ലേ? സംസാരിക്കാൻ റേഡിയോ പോലെ സംസാരിക്കില്ലേ? മ്യൂട്ട് മാന്യമായിട്ട് സംസാരിക്കാനാണെങ്കിൽ ഞാൻ പറഞ്ഞു മാന്യമായിട്ട് സംസാരിക്കാനാണെങ്കിൽ സംസാരിക്കാം. ഞാൻ പറഞ്ഞത് നിങ്ങൾ ദൈവം എന്ന് വിശ്വസിക്കുന്ന പിശാച് തന്ത്രശാലിയാണ് എന്നുള്ളതിനും അള്ളാഹു തന്ത്രശാലിയാണ് എന്നുള്ളതിനും തെളിവാണ് തന്നത്. എനിക്ക് അള്ളാഹു അറിയേണ്ട ദൈവം ആരാണ്? എനിക്ക് അറിയേണ്ട ആദ്യം ദൈവം ആരാണ്, എന്നിട്ടല്ലേ ദൈവം ആരാന്ന് തീരുമാനിക്കുന്നത്. എനിക്കറിയുന്നത് ഫസ്റ്റ് വാട്ട് ഈസ് മീൻ ബൈ ഗോഡ് ആൻഡ് വാട്ട് ഈസ് ഹിസ് ആട്രിബ്യൂട്ട്സ്. എനിക്ക് ഇത് രണ്ടുമാണ് ആദ്യം അറിയേണ്ടത്. അപ്പൊ എന്നിട്ടല്ലേ ഒരൊറ്റ ദൈവം കാര്യം ആരാണെന്ന് ചോദിച്ചുള്ളൂ. തീരുമാനിക്കുന്നത്. ഒരൊറ്റ എനിക്ക് ആദ്യം ഇത് കാര്യം രണ്ടും അറിയണം. ഒരൊറ്റ കാര്യം. താങ്ക് യു ജുനേദ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഞാൻ ആദ്യം ചോദിക്കാം. കാരണം ആരോട് സംസാരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് വേണം എനിക്ക് സംസാരം തുടരാൻ. ജുനൈദ് ഒരു ദൈവവിശ്വാസിയാണോ? ഞാൻ ദൈവവിശ്വാസിയാണ്, അല്ലെന്ന് ഞാൻ വാദിച്ചിട്ടില്ല. നിങ്ങൾ ദൈവവിശ്വാസിയാണെങ്കിൽ എനിക്ക് ദൈവം എന്താണ്, ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് എന്താ, നിങ്ങൾ ആദ്യം ഒന്ന് പറഞ്ഞേ. ഓക്കെ, ഞാൻ തുറന്നു പറഞ്ഞുതരാം. ദൈവത്തെ എൻ്റെ ബുദ്ധിയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയ ഒരു വ്യക്തിയല്ല ദൈവം. അതുകൊണ്ട് എൻ്റെ അറിവിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടേ എനിക്ക് ദൈവത്തെ വിശദീകരിച്ചു തരാൻ പറ്റത്തുള്ളൂ. അപ്പൊ എൻ്റെ പരിധിക്കനുസരിച്ച് സകലവും സൃഷ്ടിച്ച് പരിപാലിക്കുന്നതും കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യനെ നടത്തിയതും ഇനിയുള്ള കാലങ്ങളിൽ മനുഷ്യനെ നടത്തുന്നതും ആയ സർവശക്തനായ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ സർവശക്തനായ ഒരു പേഴ്സണാണ്, സർവശക്തനായ ഒരു എസൻസ് ആണ് ദൈവം. ഓക്കെ, അപ്പൊ ഡൗട്ട് വരും. അപ്പൊ ദൈവം എന്ന് പറയുമ്പോ സൃഷ്ടിക്കാനും പരിപാലിക്കാനും മാത്രം കഴിവുണ്ടായാൽ മതി, അവൻ ദൈവമായി. അതല്ലെങ്കിൽ സർവ കഴിവുകളെന്ന് പറഞ്ഞല്ലോ, സർവ്വതും. അപ്പൊ ഞാൻ എന്റെ ഒരു ഡൗട്ട്. അപ്പൊ നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ ഓരോ കാര്യങ്ങള് ജെന്റിൽ ബ്രദറെ മൈക്ക് ഓപ്പൺ ആയിരുന്നു. കേട്ടില്ല. ഓക്കെ, ഹലോ, ഞാൻ പറഞ്ഞ കേൾക്കാം. ഹലോ അഭിലാഷ് ബ്രദറെ ഒരു സെക്കൻഡ്. അഭിലാഷ് ബ്രദറെ ഒരു സെക്കൻഡ്. ഒന്ന് മ്യൂട്ട് ചെയ്യും പ്ലീസ്. നിങ്ങൾ പറഞ്ഞ ദൈവം എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കാനും പരിപാലിക്കാനും കഴിവുണ്ടായാൽ മതി എന്നാണ്. അപ്പൊ ജെന്റിൽ ബ്രദർ സകല കഴിവുകളും ഉള്ളത് എന്നാണ് ഞാൻ പറഞ്ഞത്. സകലത്തിന് കഴിവുള്ള മാനുഷിക ബുദ്ധിയിൽ, എന്റെ മാനുഷിക ബുദ്ധിയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയാത്ത, എന്റെ മാനുഷിക ബുദ്ധിക്ക് വിശദീകരിക്കാൻ കഴിയുന്നതിനും മീതെ ഉള്ള, എനിക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത ഒരു എസൻസ് ആണ് ദൈവം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്തൊക്കെ വേണം ആ എസൻസിന്? എന്തും, എന്താണെന്ന് അറിയണ്ടേ? എനിക്ക് മനസ്സിലാവില്ല ജുനൈദിന്റെ ചോദ്യം. ജുനൈദ്, ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, എന്തൊക്കെയാന്ന് ഇപ്പം എന്തെങ്കിലും കഴിവുള്ള, ഉൾക്കൊള്ളാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം ഞങ്ങള് കാണുമല്ലോ. ജുനൈദെ, ഞാൻ നിങ്ങളോട് മലയാളത്തിലാ പറഞ്ഞത്. സകലത്തിനും കഴിയുന്ന, സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ ഒരു വ്യക്തിത്വം ആണ്, ഒരു പേഴ്സൺ ആണ് ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, ഇതാണ് എന്റെ വിശ്വാസം. ഇനി താങ്കളുടെ വിശ്വാസം പറ. ഞാൻ ഓഡിബിൾ അല്ലേ? ദൈവത്തിന് നല്ല നോളജ് വേണം എന്ന് പറയാം. അപ്പം ദൈവത്തിന് നല്ല നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ ദൈവം എല്ലാത്തിനും കഴിവുണ്ടായിരിക്കണം. പിന്നെ എല്ലാത്തിനും പരിപാലിക്കണം. ഇത് നാലും ഉണ്ടെങ്കിൽ ദൈവമായി ഒരാള്. അങ്ങനല്ലേ പറയുന്നത്? അല്ല, താങ്കൾ എന്നോട് പറഞ്ഞു എനിക്കറിയുന്ന രീതിയിൽ പറഞ്ഞു തരാൻ പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എന്റെ മാനുഷിക ബുദ്ധിക്ക് പിടിച്ചടക്കാനോ ഒതുക്കി വെക്കാനോ വിശദീകരിക്കാനോ കഴിയുന്നതിലും മീതെയുള്ള, കാരണം ഞാൻ വെറും ഒരു സൃഷ്ടിയാ. അതും അഖില കോടി ചരാചരങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന യഹോവ എന്ന ദൈവത്തിന്റെ വെറും ഒരു പൊടിയിൽ നിന്നുള്ള ഒരു സൃഷ്ടി മാത്രമാണ് ഞാൻ. പൊടി, അതായത് മില്യൺസ് ഓഫ് ഗാലക്സീസ് സൃഷ്ടിച്ച
അപ്പോ അത്രയും വലിയൊരു ദൈവത്തിന്റെ ചെറിയൊരു സൃഷ്ടിയായ എനിക്ക് അത്രയും വലിയൊരു ദൈവത്തെ വർണ്ണിക്കാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഇത്രേ പറ്റുള്ളൂ. സർവശക്തനായ, സർവവ്യാപിയായ, സകലവും അറിയുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്, ഒരു വ്യക്തിത്വമാണ് ദൈവം. ഇതിലും മീതെ ദൈവത്തെ വർണ്ണിക്കാൻ എനിക്ക് അറിയത്തില്ല. അല്ല, അപ്പം ദൈവത്തിന് അപ്പാട് ഈ 4 കാര്യം മതി എന്ന് പറയുമ്പം എല്ലായിടത്തും ആള് വേണം, പിന്നെ എല്ലാരെയും പരിപാലിക്കാൻ പറ്റണം, പിന്നെ സൃഷ്ടിക്കാൻ പറ്റണം. ഇത് 3 ഉണ്ടെങ്കിൽ ആള് ദൈവമായി. അതുപോലെ അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ചെറിയ ഡൗട്ട്. സാറ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലായിടത്തും എത്താൻ പറ്റുന്ന ഒരാളായിരിക്കുമെന്നല്ലേ? ഫോർ എക്സാമ്പിൾ, ഒരാൾ കമ്പനി നടത്തി, അയാൾ ഓരോ ഭാഗങ്ങളിലും കമ്പനി, ഓരോ നാട്ടുകളിലും അയാൾ കമ്പനി വെച്ചു. അപ്പൊ അയാൾ എല്ലായിടത്തും എത്തണ്ടായ, അപ്പൊ അയാൾ എല്ലായിടത്തും ചെല്ലുന്നുണ്ട്. അപ്പൊ അയാൾ സർവ്വവ്യാപിയായില്ലേ? ആ, ഈ ഒരു ഇട്ടാവട്ടം ടാറ്റയുടെ മുതലാളി രത്തൻ ടാറ്റ പോകുന്ന പോലെയോ, ഒരു ഇട്ടാവട്ടം അംബാനി നടത്തുന്ന കമ്പനിയിൽ അംബാനി പോകുന്ന പോലെയോ അല്ല സർവ്വവ്യാപി എന്ന് പറഞ്ഞാൽ അർത്ഥം. മനസ്സിലായല്ലോ? സർവ്വവ്യാപി എന്ന് പറഞ്ഞാൽ ഓംനി പ്രസന്റ്. എവിടെയൊക്കെ ക്രിയേഷൻ ഉണ്ടോ, എവിടെയൊക്കെ യൂണിവേഴ്സ് ഉണ്ടോ, എവിടെയൊക്കെ ദൈവത്തിന്റെ ശബ്ദമുണ്ടോ, അവിടെയെല്ലാം തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വമാണ് ദൈവം. അല്ലാതെ ഇട്ടാവട്ടം ഭൂമിയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിങ്ങളൊക്കെ കമ്പനി നടത്തുന്ന പോലെ എന്താ പറയാ, കേരളത്തിൽ ഒരു 5 സ്ഥലം പറ. കാസർഗോഡ് ഒരു അതെ. കമ്പനി, അപ്പൊ തൃശ്ശൂർ ഒരു ഇട്ടാവട്ടത്തെ കമ്പനി. ഭൂമിയിൽ ഒരാള് കറങ്ങിയാൽ അയാൾ സർവ്വവ്യാപി ആവത്തില്ല. മിണ്ടാണ്ട് നിക്ക അവിടെ. അയാള് പറയുമ്പോ മിണ്ടാതിരിക്കും, യൂണിവേഴ്സിറ്റിയിലും പറയുമ്പോ ഗാലക്സിയിലും കയറിയാൽ അയാൾ മിണ്ടാതിരിക്കും, ജുനൈദ് സർവ്വവ്യാപി. പറയുമ്പോ മേക്കിംഗ് മ്യൂട്ട് മിണ്ടാതിരിക്കും. ജുനൈദ് മേക്കിംഗ് അവിടെ മ്യൂട്ട് നിക്ക്. അഹമ്മദ് ജുനൈദ് അവിടെ നിക്ക്. എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുന്ന പോലെ അല്ല ഇവിടെ, അല്ലെങ്കിൽ ഡിപ്ലോമയ്ക്ക് പോകുന്ന പോലെ അല്ല ഇവിടെ. കേക്ക്. അപ്പൊ ചോദ്യം ചോദിച്ചാൽ ഉത്തരം തരും. ഉത്തരം പറഞ്ഞ് കേട്ടിട്ട് പിന്നെ ചലിച്ചാൽ മതി. ഓക്കെ, മാന്യമായിട്ട് കേൾക്കുക. അപ്പോ ഈ ഇന്ത്യയിൽ ഒരു കമ്പനി നടത്തുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിലോ ഇന്റർനാഷണൽ കമ്പനി നടത്തുമ്പോൾ രാവിലെ ഇവിടെ പിന്നെ 16 മണിക്കൂർ യാത്ര ചെയ്തിട്ട് അമേരിക്കയിൽ കമ്പനി വിസിറ്റ് ചെയ്യുന്ന പോലെ ഒരു സൂപ്പർവൈസർ അല്ല ദൈവം. ദൈവം തന്റെ സൃഷ്ടിയിൽ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന, സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഈ ഭൂമി മാത്രമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സൃഷ്ടി എന്ന് പറഞ്ഞാൽ അഖില കോടി ചരാചരങ്ങളെ, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഈ മൊത്തം യൂണിവേഴ്സിനെ തന്റെ ശബ്ദത്താൽ സൃഷ്ടിച്ചാക്കിയ ദൈവം, തന്റെ കരാങ്കുലിതങ്ങളാൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, ഈ ദൈവത്തെയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ അവിടെ ഇവിടെയും പോകാൻ പറ്റുന്ന ഒരു ടാറ്റയുടെ കാറിൽ പോകുന്ന ടാറ്റയുടെ മുതലാളിയെ പോലെ അല്ല അപ്പൊ ഞാൻ എന്റെ ഉദ്ദേശിച്ചത്. ഒരു ഓക്കെ, ഡൗട്ട്. അപ്പൊ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പറഞ്ഞു. എന്താണ് ജുനൈദെ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള വ്യത്യാസം? ജുനൈദെ അവിടെ നിൽക്ക്. ഞാൻ കേറി വന്നപ്പോ ജുനൈദിനോട് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. അതിനുള്ള ഉത്തരം തന്നിട്ട് നമുക്കിനി മുന്നോട്ട് പോകാം. അത് കാരണം നീ ഞാൻ കൊച്ചു തരാം. കൊച്ചിനുള്ള എന്താണ് സൃഷ്ടാവും വെയിറ്റ് ചെയ്യും. സൃഷ്ടിയും ഇല്ല ഇല്ല, വൺ തമ്മിലുള്ള ബൈ വൺ വ്യത്യാസം പോവാം, എന്ന് വൺ ബൈ വൺ പറഞ്ഞത് പോവാം. ജുനൈദ് അവിടെ ജുനൈദ് നിൽക്ക്. വൺ ബൈ എനിക്കറിയാം. വൺ അപ്പൊ പോവാം. നമ്മുടെ ചോദ്യത്തിന് ജുനൈദ് ആദ്യം ജുനൈദ് ഉത്തരം ജുനൈദിന്റെ നിങ്ങളുടെ ചോദ്യം ചോദ്യത്തിലേക്ക് ജുനൈദ് എനിക്ക് മ്യൂട്ട് എടുക്കാൻ ജുനൈദ് പറ്റത്തില്ലല്ലോ. ജുനൈദ് ഒരു നിമിഷം വൺ ബൈ വൺ പോവാം. ജുനൈദ് ഇവിടെ ജുനൈദ് വന്നപ്പോ, ചോദിച്ചു ഇതൊന്നും ചോദ്യത്തിന് ആൻസർ അറിയാത്ത ഒരാളുടെ തന്നു. മുമ്പിൽ എങ്ങനെ ഞാനത് പറഞ്ഞു? ജുനൈദെ ജുനൈദ് അതിനൊക്കെയുള്ള ഉത്തരം ഞാൻ തരാം. സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള വ്യത്യാസമൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇപ്പൊ തൽക്കാലം ജുനൈദ് ഒരു കാര്യം ചെയ്യും. അല്ല, കേറി അതൊന്നും വന്നപ്പോ പറഞ്ഞ ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ചർച്ചയിലേക്ക് അങ്ങ് ജുനൈദ് പോകാൻ ഒരു അതും കൂടെ കാര്യം ഒന്ന് ചെയ്യും. ഇല്ലില്ല അത് ജുനൈദ് പറഞ്ഞിട്ട് ഒരു പോയാൽ മതി. കാര്യം ചെയ്യും. അതും കൂടെ ഒന്ന് പറഞ്ഞു ജുനൈദ് ഒരു കാര്യം ചെയ്യും. ജുനൈദ് എന്തിനാ നിങ്ങൾ വിറയ്ക്കണം? റെറ്റിന്റെ അവിടെ അറ്റയും നിക്ക് ജുനൈദ്. പിന്നെ പിന്നെ അങ്ങനെയുള്ളവരെയൊക്കെ റേഡിയോ നിങ്ങൾ ആവല്ല ഒന്നിച്ചങ്ങ് ജുനൈദ്. ജുനൈദ് റേഡിയോ അപ്പൊ ജുനൈദ് ആവല്ല നിങ്ങൾക്ക് പറയാൻ ജുനൈദ്. സുഖമല്ലേ? ജുനൈദ് അപ്പൊ മൈക്ക് മ്യൂട്ട് പെട്ടെന്ന് ചെയ്യും. റേഡിയോ ജുനൈദ് അപ്പൊ മൈക്ക് ഞാൻ ആവല്ല മ്യൂട്ട് കാടിയിൽ ജുനൈദ്. ചെയ്യിക്കൂ. പ്രസംഗിക്കാൻ ഇയാൾക്ക് വന്നേക്കുവാണ്. പോകണം. നേരെ നിങ്ങളെ കിടന്നു. പരിപാടികൾ അതുകൊണ്ടാണ് പ്രസംഗിക്കും. ഈ പുള്ളിയുടെ ഒരു ജുനൈദ് കാര്യം, ജുനൈദ് മൈക്ക് മ്യൂട്ട് ചെയ്യൂ. ജുനൈദ് മൈക്ക് മ്യൂട്ട് ചെയ്യും. ഇതാ പറയുന്നത് നസ്രീം പുള്ളിയുടെ ഡയപ്പർ മാറിട്ട് വരാൻ പറയുന്നതുകൊണ്ടാണ്. നിങ്ങൾ ഈ സംസാരിക്കുന്ന എന്തെങ്കിലും ബോധ്യം ഉണ്ടായിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, അതിന് ആൻസർ പറഞ്ഞു. ആദ്യം കയറി വന്നപ്പോൾ ജെന്റിൽ ബ്രദർ ചോദ്യം ചോദിച്ചു, അങ്ങനെ അതിൻ്റെ ആൻസർ പറയും. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് പോവാം. അതല്ല അല്ലാതെ 3-4 ബ്രദറെ, ചോദ്യം അടുപ്പിച്ച് ചോദിക്കേണ്ട ആവശ്യം എന്റെ ഈ ചോദ്യങ്ങൾ കഴിഞ്ഞാൽ ഞാൻ നേരെ വേണ്ട. ജെന്റിൽ വേണ്ട ബ്രദറിന്റെ അത് അത് ചോദ്യത്തിലേക്ക് വേണ്ട അത് വേണ്ട കിടക്കുവാണ്. അത് വേണ്ട ജെന്റിൽ അത് ബ്രദർ വേണ്ട അത് വേണ്ട ജെന്റിൽ അത് ബ്രദർ വേണ്ടാന്നേ അത് ജെന്റിൽ ചോദിച്ചത് വേണ്ടാന്നേ. ബ്രദറിനോട് ജെന്റിൽ ചോദ്യം ബ്രദറിനെ ചോദിക്കാൻ വേണ്ടി അറിയാം. മാത്രമാണ് ജെന്റിൽ ബ്രദറിനെ അജ്മൽ അറിയാം. കയറി വന്നത്. അറിഞ്ഞോണ്ട് അപ്പൊ ജെന്റിൽ ബ്രദർ അങ്ങോട്ട് ഒരാൾക്ക് ചോദിക്കാൻ പറ്റില്ലേ? ആരെങ്കിലും ഇല്ലെന്ന് അറിഞ്ഞോണ്ട് ജെന്റിൽ ബ്രദറെ, വലയിട്ടാലോ? ഇയാള് ഈ പറഞ്ഞ പോലെ ഈ ആരെങ്കിലും എന്താ പറയുക, അറിഞ്ഞോണ്ട് ഈ വലയിപ്പിക്കും. കൊച്ചു പിള്ളേരുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ബ്രദറിനെ ഈ അറിയാം. അത് തമാശയായിട്ട് എന്തായാലും പറയുന്നൊക്കെ. ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത്. അന്നേരം ഈ ഒരു ഉത്സവം എന്ന് പറയുന്ന ഒരു ഹെഡിങ് ഇട്ടെടുത്ത് വന്നിട്ട് ഇതുപോലത്തുള്ള ഈ ഒരു കുഴിത്തുരുമ്പ ന്യായം പറഞ്ഞു പോകുന്ന ഒരു തെറ്റല്ലേ ആ മതി? ഒന്ന് ആലോചിച്ച് നോക്ക്. അത് മോശമല്ലേ നിങ്ങൾ ഈ അല്ല, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആണോ അല്ലേ? സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള നിങ്ങളുടെ ഈ ഒരു നിമിഷം, ഒരു സമുദായം, സെക്കൻഡ്. ഈ ലോകത്തിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് നിങ്ങൾ കാണുന്നുമില്ലയോ? അതാണ് ചോദ്യമുള്ള.
ബ്രദറെ ഒരു സെക്കൻഡ്. ജെന്റിൽ ബ്രദറെ, ഈ പുള്ളിക്കാരന് പിന്നെ എന്താ പറഞ്ഞേ, ഒരു കൊച്ചു പയ്യനാണ്. അതുകൊണ്ടാണ് അതിൻ്റെതായിട്ടുള്ള അതെ പക്വതയേ ആ ഉള്ളൂ. സംസ്കാരം എനിക്കറിയാം. പഠിക്കുന്ന ഒരു ആ ഒരു പയ്യനാ, ചിരി, ഡിപ്ലോമയ്ക്ക് ആ ഒക്കെ ഒരു പഠിക്കുക അത്രേ ഉള്ളൂ. അതുകൊണ്ട് പക്ഷെ സംസാരിക്കാനുള്ള ഒരു ശേഷി. സംസാരിക്കാൻ മാന്യമായിട്ട് സംസാരിക്കാൻ പോലും അറിയത്തില്ല. വായില് പാഴോട്ട് സംസാരിക്കില്ലേ. പക്ഷെ സംഗതി എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരൊറ്റ ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ. അള്ളാഹു ദൈവമാണ് എന്നുള്ളതിന് ഒരൊറ്റ തെളിവ്. അള്ളാഹു 6-ാം നൂറ്റാണ്ടിന് മുമ്പ് നിലനിന്നിരുന്ന ഒരു ദൈവമാണ് എന്നുള്ളതിന് ഒരൊറ്റ തെളിവ് ചോദിച്ചപ്പം പുള്ളിക്ക് അതിന് തെളിവില്ല. പുള്ളി ദൈവം ആരാന്ന് ചോദിച്ചോണ്ട് നടക്കാ. എടാ ദൈവം ആരാന്ന് അറിയാത്തവനാ പിന്നെ അള്ളാഹുവിനെ വിശ്വസിക്കാൻ പോണെ? കൊള്ളാം. ഇതിന് ഇത്രയും ഉത്തരം കൊടുത്തപ്പോഴും പുള്ളിക്ക് വയ്യ. ഓക്കെ, അഭിലാഷ് ബ്രദറെ, ഞങ്ങള് ഞാൻ ഉറപ്പായിട്ടും ഈ റൂമിട്ട് ഉറപ്പായിട്ടും ജലീൽ ഭായ്, വളരെ സന്തോഷമുണ്ട് നിങ്ങളെപ്പോലുള്ള ആളുകള് ഈ പറഞ്ഞ എന്താണ് നമുക്ക് സംസാരിക്കാൻ ഒരു അനുവാദം തന്നതിനകത്ത്. എന്തായാലും ഈ പറഞ്ഞ ലോകവ്യാപകമായിട്ട് എന്താണ് ഒരു ക്രിസ്മസ് ഉത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മള് കേരളത്തില് വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ഈ പറഞ്ഞ എന്താണ് നമ്മുടെ ആ, ജീസസ് ക്രൈസ്റ്റിന്റെ ജീവിതം അവര് അവരുടേതായുള്ള രീതിയിൽ നോക്കിക്കാണുന്നുണ്ട്. അവര് അവരുടേതായുള്ള ഒരു അഭിപ്രായം രൂപപ്പെടുത്തി എടുക്കുന്നുണ്ട്. ആരും ഒരു തെറ്റോ കുറ്റോ ഒന്നും പറയാത്ത ഒരു 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 ജീവിതമാണ് ഈ പറഞ്ഞോണ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നത്. അന്നേരം ഈ ക്രിസ്മസ് ദിനത്തിനകത്ത് എല്ലാ ക്രൈസ്തവ സഹോദരങ്ങൾക്കും ഈ പറഞ്ഞോണ് ഒരു ക്രിസ്മസ് ആശംസകൾ. നമുക്ക് ഈ പറഞ്ഞോണ് ഈ ലോകത്തിന്റെ എല്ലാ എല്ലാ സമൂഹങ്ങളിലും ഈ പറഞ്ഞോണ് ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന ഒരു ഒരു വ്യക്തിത്വമാണ് ഈ പറഞ്ഞ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു 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 ദൈവതുല്യമായിട്ടുള്ള ഒരു മഹാമനുഷ്യൻ എന്നുള്ളത് അതൊരു ഒരു യാഥാർത്ഥ്യമാണ്. അന്നേരം അതിനകത്ത് വ്യത്യസ്ത സമൂഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഹിന്ദു സമുദായത്തിലുള്ള ആളാണ്. നമുക്ക് ഈ പറഞ്ഞ ഒരു ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരാളിനെ സംബന്ധിച്ചോളം നമ്മൾ സ്കൂളിൽ പഠിക്കും പോലെ വളരെ ബഹുമാനത്തോടു കൂടിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സമൂഹത്തിലും ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും ഏറ്റവും കൂടുതൽ ബഹുമാനം ഉള്ള ഒരു ഒരു സംഭവം. നമ്മൾ പള്ളിയിൽ പോയിട്ടുണ്ട്, നമ്മൾ അവിടെ പോയിട്ട് പറഞ്ഞോണ്ട് വളരെ ബഹുമാനത്തോടു കൂടി അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഈ പറഞ്ഞുകൊണ്ട് നമുക്ക് വളരെ സന്തോഷമാണുള്ളത്. ക്രിസ്ത്യൻ സുഹൃത്തുക്കളും നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നിങ്ങളെ തിരിച്ച് അംഗീകരിക്കുന്നുണ്ട്. നമുക്ക് ഈ പറഞ്ഞ ഈ ഒരു ക്രിസ്മസ് ദിനത്തിനകത്ത് നമുക്ക് ഈ വളരെ സന്തോഷത്തോടു കൂടി ഈ പറഞ്ഞോണ്ട് എല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ജെന്റിൽ ബ്രദർ, അച്ഛൻ കുഞ്ഞ് ബ്രദർ, എല്ലാവരോടും ഇതാണ് പറയാനുള്ളത്. താങ്ക് യു അഭിലാഷ്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഏതായാലും നിങ്ങൾ ക്രിസ്തുവിനെ പറ്റി ഇത്രയും അറിയുന്നവർക്ക് ഞാൻ ദൈവത്തിന് നന്ദി പറയാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ അഭിലാഷ്. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ഈ റൂം ഇട്ടതിൻ്റെ ഉദ്ദേശം കൂടെ അഭിലാഷ് മനസ്സിലാക്കണം. ഇതൊന്നുമല്ല, ഇത് അവരെ ഇതിടാൻ കാരണം ക്രിസ്തുവിനെ ഉയർത്തുക എന്നുള്ള ഒരൊറ്റ ഇത് ഉദ്ദേശിച്ചിട്ടാ. പിന്നെ അഭിലാഷ്, ഞങ്ങളുടെയൊക്കെ ഒരു പോളിസി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പം അതിന് മറുപടി കൊടുത്തില്ലെങ്കിൽ അതിന് മറുപടി ഇല്ല എന്നുള്ളൊരു ഇത് അവർ പറഞ്ഞുകൊണ്ട് നടക്കും. അതുകൊണ്ട് മാത്രം അഭിലാഷേ, അല്ലാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കുന്ന എങ്ങനെയാ? അതുകൊണ്ടാണ്. കാരണം നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം 100% റിലയബിൾ ആണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാ ഇതിൽ വിശ്വസിക്കുന്നത്. ക്രിസ്തു ആരെന്ന് മനസ്സിലാക്കിയിട്ടാ. ഞാൻ അഭിലാഷ് ഇത്രയും പറഞ്ഞതുകൊണ്ട്, അഭിലാഷ് യേശു ക്രിസ്തു ഒരു മഹാനായ വ്യക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. അഭിലാഷേ, യേശു ക്രിസ്തുവിനെ പോലെ, അഭിലാഷിനല്ല, എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കൾക്കെല്ലാം ഞാൻ അഭിലാഷ് എന്ന് കാരണം അഭിലാഷ് ഇവിടെ മുമ്പ് സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തെ അഡ്രസ്സ് ചെയ്തു എന്നുള്ളൂ. യേശു ക്രിസ്തു ജനിക്കുന്നതിനും ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു ജനിക്കും എന്ന് പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോട് കൂടെ എന്ന് അർത്ഥമുള്ള ഇമ്മാനുവേൽ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടുമെന്ന് യെശയ്യാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ക്രിസ്തു ജനിക്കുന്നതിനും 700 വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തി വെച്ചു. തൊട്ടപ്പുറത്ത് 9-ാം അധ്യായത്തിൽ 6-ാം വാക്യം, ഐസയ 9:6 എഴുതി വെച്ചു, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു,
നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും. ഇപ്പൊ അഭിലാഷ് ഇതൊന്നും അറിയാതെയാണെങ്കിലും അഭിലാഷ് പറഞ്ഞില്ലേ, യേശുക്രിസ്തു നല്ലൊരു വ്യക്തിയായിരുന്നു, നല്ല സമാധാനത്തിന്റെ രീതിയിലുള്ള ഒരു വാക്കുകളാണ് അദ്ദേഹത്തെ പറ്റി താങ്കൾ പറഞ്ഞത്. ആലോചിച്ച് നോക്കിയേ, 700 വർഷങ്ങൾ, ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുക സമാധാന പ്രഭു എന്ന്. കഴിഞ്ഞില്ല, യേശുക്രിസ്തുവിനെ പറ്റി ദാവീദ് സങ്കീർത്തനം എഴുതി വെച്ചിരിക്കുകയാണ്, യേശുക്രിസ്തു ക്രൂശിക്കപ്പെടും, പാപങ്ങൾക്ക് പരിഹാരമായി മരിക്കപ്പെടും എന്ന്. യെശയ്യാവ് എന്ന് പറയുന്ന പ്രവചനൻ 53 ഒരു വലിയൊരു പ്രവചനം എഴുതി വെച്ചിരിക്കുക, നിങ്ങളുടെ പാപങ്ങൾക്ക്, ശാപങ്ങൾക്ക്, രോഗങ്ങൾക്ക് ക്രിസ്തു അടിപ്പെടും, അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വരുമെന്ന്. അപ്പൊ അടിയേൽക്കപ്പെടുമെന്നും ചോര ചിന്തുമെന്നും അവന്റെ മുഖം കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെടുമെന്നും തലയിൽ മുൾക്കിരീടം, ചോര വരുന്ന രീതിയിൽ പീഡകൾ ഏൽക്കുമെന്നും അവന്റെ അങ്കിക്കായി, വസ്ത്രത്തിനായി ചീട്ടിടും എന്നും. അതായത് ഈ വസ്ത്രം ആർക്ക് വേണമെന്ന് പറഞ്ഞ് ഇവര് ചീട്ടുകൾ, അന്നത്തെ കാലത്ത് തെരഞ്ഞെടുക്കുന്ന ചീട്ടിട്ടാണല്ലോ, അങ്ങനെ ചീട്ടുകൾ ഇടുമെന്നൊക്കെ യേശുക്രിസ്തു ജനിക്കുന്നതിനും 700 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുക. ഇതെല്ലാം യേശുവിൽ പൂർണ്ണമാകുകയാണ്. അപ്പൊ ഇങ്ങനെ പ്രവചനത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു, പ്രവചനങ്ങളിൽ ശ്രേഷ്ഠനായ ക്രിസ്തു. 2, യേശുക്രിസ്തുവിന്റെ ജനനം. അത് അഭിലാഷിന് അറിയാം, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. ഈ ഖുർആനിൽ യേശുക്രിസ്തു അല്ലെങ്കിലും അതിന് സാമ്യമുള്ള ഒരു കഥാപാത്രമുണ്ട്. അവർ പറയുന്ന ഈസാ നബി എന്ന. ഈസാ നബി ആയാലും യേശുക്രിസ്തു ആയാലും വളരെ വ്യക്തമായിട്ട് ജനനത്തെ പറ്റി പറയുന്നുണ്ട്. ഈസാ നബി ജനിച്ചത് പിതാവില്ലാതെയാണ്, അള്ളാഹു ഊതിയിട്ടാണ്. അത് അവരുടെ വിശ്വാസം. പക്ഷെ ഇസ്ലാം പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അത് യേശുക്രിസ്തു ആണെന്ന. എങ്ങാലും ഈസാ നബി അങ്ങനെയാണ് ജനിച്ചെങ്കിൽ യേശുക്രിസ്തുവിനെ പറ്റി ഞാൻ പറഞ്ഞു തരാം. യേശുക്രിസ്തു കന്യകയിലൂടെയാണ് ജനിച്ചത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ജനനം അത്ഭുതം, ജനനത്തിന് മുൻപുള്ള പ്രവചനങ്ങൾ അത്ഭുതം. കഴിഞ്ഞില്ല, ഇങ്ങനെ അത്ഭുതങ്ങളുടെ മാത്രം ഒരു തുടർ കഥയായിട്ടാണ്, അല്ലെങ്കിൽ തുടർ പ്രവചനങ്ങളായിട്ടാണ് ക്രിസ്തുവിന്റെ ജീവിതം. ലോകത്തൊരു മനുഷ്യനെയും വേദനിപ്പിക്കാത്ത, തൻ്റെ സ്നേഹം എന്ന പഠിപ്പിക്കലുകളിലൂടെ ശത്രുവിനെ സ്നേഹിക്കുക, നിന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരാൾ നിന്റെ കരണത്തടിച്ചാൽ അവന് മറ്റേ കരണം കൂടെ കാണിച്ചു കൊടുക്കുക എന്ന സ്നേഹത്തിന്റെ, സഹിഷ്ണുതയുടെ ഭാവം പഠിപ്പിച്ച ഒരു മൂർത്തിഭാവമാണ് ക്രിസ്തു. കഴിഞ്ഞില്ല, യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ മാത്രമല്ല, താങ്കൾ പറഞ്ഞതുപോലെ ജീവിതവും ശ്രേഷ്ഠമായിരുന്നു. എന്താണ് യേശുവിന്റെ ജീവിതം എന്നറിയാവോ? റോമ ഗവർണർ മുഴുവൻ, പീലോത്താസ് ആവട്ടെ, ഹെരോദാവട്ടെ, കയ്യഫാവാകട്ടെ, ഇവരൊക്കെ നോക്കിയിട്ടും യേശു ക്രിസ്തുവിൽ ഒരൊറ്റ കുറ്റവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം കുറ്റം വിധിച്ച, ക്രൂശിക്കാൻ വിധിച്ച രാജാവ് എഴുന്നേറ്റിട്ട് പറയുക, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. എന്നിട്ട് അദ്ദേഹം കൈ കഴുകുകയാണ്. അങ്ങനെ കുറ്റമില്ലാത്ത രക്തത്തെ ക്രൂശിക്കാൻ ഉത്തരവിടുന്ന ഒരു രാജാവ്. പക്ഷേ ഞങ്ങൾക്കിതൊന്നും ഒരു പുത്തിരി, അന്നത്തെ കാലത്തെ യഹൂദന്മാർക്കോ ക്രൈസ്തവർക്കോ ഇതൊന്നും ഒരു പുത്തിരിയല്ല. കാരണം മശിഹ ക്രൂശിക്കപ്പെടും എന്ന് പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു, വളരെ വ്യക്തമായിട്ടുള്ള പ്രവചനം ഉണ്ടായിരുന്നുകൊണ്ട് ക്രിസ്തു ഇന്ന സ്ഥലത്ത് ക്രൂശിക്കപ്പെടും എന്നും യാഗങ്ങൾ എന്ന പഴയ നിയമ കൽപ്പന
പാസ് ഓവർ ലാമ്പ്, പെസഹ കുഞ്ഞാട് അറുക്കപ്പെടേണ്ട അതേ സമയം, പെസഹായുടെ ഒരുക്ക നാളിൽ, പെസഹ എന്ന് പറയുന്നത് ഒരു യഹൂദന്മാർ ആചരിച്ചു വന്ന ഒരു 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 ഉത്സവമായിരുന്നു. അതിന്റെ കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. ഇസ്രായേൽ മക്കൾ അടിമകളായിരുന്നു. അവിടെ നിന്ന് അവരെ വിടുവിക്കാൻ വേണ്ടി യഹോവയാകുന്ന ദൈവം മോശ എന്ന പ്രവാചകനെ അയക്കുകയാണ്. അപ്പൊ ഫറവോൻ എന്ന് പറയുന്ന രാജാവിന്റെ അടുത്തേക്ക് അയക്കുമ്പോൾ ഫറവോൻ ആദ്യം വിടാമെന്ന് പറയും, പിന്നെ തന്റെ മനസ്സ് കഠിനമാക്കിയിട്ട് പോണ്ടെന്ന് പറയും. അങ്ങനെ അവസാനത്തെ സമയം 10ാമത്തെ അത്ഭുതമായിട്ട് ഒരു പാസ് ഓവർ എന്ന് പറയുന്ന ഒരു ഉത്സവത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ ഒരു സംഭവം നടക്കുക. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ മക്കളുടെ കുടുംബങ്ങളുടെ മുകളിൽ എല്ലാം അവരുടെ വീടിന്റെ കട്ടളപ്പടിയിൽ ഒരു യാഗമായ വസ്തുവിന്റെ രക്തം പുരട്ടണം. എന്തിനാണെന്ന് ചോദിച്ചാൽ, സംഹാരദൂതൻ അന്ന് ആ ദേശത്തിലൂടെ കടന്നുപോകും. കട്ടളപ്പടിമേൽ രക്തം പുരട്ടിയിട്ടില്ലാത്ത ഭവനങ്ങളിലെ, അതായത് പീഡിപ്പിക്കപ്പെട്ട, ആരാലാണോ ഇസ്രായേൽ ജനത പീഡിപ്പിക്കപ്പെട്ട അവരുടെ ഭവനങ്ങളിൽ, രക്തം പുരട്ടാത്ത ഭവനങ്ങളിൽ സംഹാരമുണ്ടാകും. അപ്പൊ അവിടെ എല്ലാവരെയും അറിയിച്ചു, ഇങ്ങനെ ഒരു സംഭവം. മോശ അറിയിക്കുകയാണ്, സംഹാരദൂതൻ വരുന്നു, അതുകൊണ്ട് രക്തം നിങ്ങളുടെ കട്ടളപ്പടിമേൽ പുരട്ടണം എന്ന് അവിടെ അറിയിക്കുകയാണ്. അപ്പൊ സംഹാരദൂതൻ വരുമ്പോൾ കട്ടളപ്പടിമേൽ രക്തം കണ്ട ഭവനങ്ങളിലൊന്നും സംഹാരദൂതൻ തൊടുക പോലും ചെയ്തില്ല. അതായത് അവരുടെ സംഹാരം നടന്നില്ല. അപ്പൊ ആ രക്തം കാരണം കൊണ്ട്, ആ ആട്ടിന്റെ രക്തം കൊണ്ട്, കട്ടളപ്പടിമേൽ പൂശിയ രക്തം കൊണ്ട് സംഹാരദൂതൻ അവരെ കടന്നുപോയി. അതേ ദിവസം കാലങ്ങൾക്ക് ശേഷം, ഏകദേശം 1000-ൽ പരം വർഷങ്ങൾക്ക് ശേഷം, അതേ ദിവസം ക്രിസ്തു ക്രൂശിക്കപ്പെടുകയാണ്. എന്തിന്? മരണത്തിന്റെ അധികാരമായ പാപത്തിൽ നിന്ന് മനുഷ്യന് പാപത്താൽ വന്ന മരണം മാറ്റിയെടുക്കാൻ ക്രിസ്തു എന്ന കുഞ്ഞാട് രക്തമായി, ബലിയായി, യാഗമായി മാറുകയാണ്. അങ്ങനെ ക്രിസ്തു ക്രൂശിക്കപ്പെടുകയാണ്. ആ രക്തത്താൽ അന്ന് ഇസ്രായേലിൽ അത് നിഴലായി സംഭവിച്ചുവെങ്കിൽ ക്രിസ്തുവിൽ ഇത് പൊരുളായിട്ട് മാറുകയാണ്. അങ്ങനെ ക്രിസ്തുവിന്റെ രക്തത്താൽ നിത്യമരണത്തിൽ നിന്നുള്ള വിടുതൽ, പാപത്തിന്റെ ശമ്പളമായ നിത്യമരണത്തിൽ നിന്നുള്ള വിടുതലിൽ നിന്ന് ക്രിസ്തുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ രക്തം ഏറ്റെടുത്ത് തങ്ങളുടെ കട്ടളപ്പടിമേൽ തങ്ങളുടെ ജീവിതത്തിൽ പുരട്ടുന്നവർക്ക് അതിൽ നിന്ന് മോചനമുണ്ട് എന്ന് പഠിപ്പിക്കുന്നതാണ് ഈ പാസ് ഓവർ എന്ന് പറയുന്ന കാര്യം. അപ്പൊ ഞാനത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞെന്ന് മാത്രം. അപ്പൊ ക്രിസ്തുവിന്റെ രക്തം ചൊരിയണം എന്നുള്ളത് പ്രവചനങ്ങളിലൂടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കെ ക്രിസ്തു ക്രൂശിക്കപ്പെടുകയും, പക്ഷെ ഞങ്ങളത് വിശ്വസിക്കാൻ കാരണം ഈ കഴിഞ്ഞ കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല. ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ശവത്തെ പോലും രാജാവ് പേടിച്ചു എന്നുള്ളതാ. ആ ബോഡി കൊണ്ടുപോയിട്ട് ഒരു കല്ലറയെ കൊണ്ടുവച്ച് അതിനെ സീൽ ചെയ്തിട്ട് അതിന്റെ ചുറ്റും പട്ടാളക്കാരെ നിർത്തിയിട്ട്, അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും ചെയ്യും, അത് ഇവിടുന്ന് എഴുന്നേറ്റ് പോകും എന്നുള്ള പേടി രാജാവിനുള്ളതുകൊണ്ടായിരിക്കണം. ഇതൊക്കെ ഞാൻ പറയുന്നത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ പട്ടാളക്കാര് സീൽ ചെയ്യാണ് കല്ലറ. പക്ഷെ നിങ്ങളിത് കേൾക്കണം, സീൽ ചെയ്ത കല്ലറയെ ഭേദിച്ചുകൊണ്ട് യേശു ക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ആ വിശ്വാസം മാത്രം മതി ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ പുതുജീവൻ പകരാൻ. മരണത്തിന് പോലും പിടിച്ചടക്കാൻ കഴിയാതെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ വന്ന സ്ഥലത്തേക്ക്, സ്വർഗത്തിലേക്ക് പോവുകയാണ്. ഞാൻ പോയി
നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് ഞാൻ നിങ്ങളെ ചേർത്തുകൊള്ളും. അപ്പൊ യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് മാത്രമല്ല, ഞങ്ങളെ ചേർക്കാൻ, ക്രിസ്തു ഇരിക്കുന്നിടത്ത് ഞങ്ങളെ ഇരുത്താൻ വീണ്ടും വരും എന്നുള്ള കാര്യവും കൂടെ ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചിട്ടാ പോയത്. ഇത്രയും കാര്യങ്ങൾ എണ്ണി എണ്ണി പറയാൻ ഒരു ക്രൈസ്തവൻ എന്ന നിലയ്ക്ക് എനിക്ക് തൻ്റെ ഇടമുണ്ട്, എനിക്ക് പ്രാഗൽഭ്യമുണ്ട്. ഇതാണ് എൻ്റെ വിശ്വാസം. ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു റൂമിട്ട് ക്രിസ്തുമസ് എന്താണ് എന്ന് പറയാൻ ആഗ്രഹിച്ചത്. അല്ലാതെ പലരും പറയുന്നത് പോലെ മദ്യപിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ സമയം കളയാനോ ഉള്ള ഒരു സമയമായിട്ടല്ല ഞങ്ങൾ ഇതിനെ കരുതുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നത് ക്രിസ്തു ജനിച്ചു, ആ ക്രിസ്തു നമ്മളുടെ ഹൃദയങ്ങളിലും ജനിക്കണം എന്നുള്ള അതീവമായിട്ടുള്ള ആഗ്രഹമാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു സുഹൃത്ത് ക്രിസ്തുവിന്റെ ജനനം ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ നിങ്ങളെ ഈ പകൽ സമയമേതോ ആകട്ടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരും. നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. നാം എത്ര വിചാരിച്ചാലും നമ്മുടെ ജീവിതത്തിലെ പല ഭാവങ്ങളും പല സ്വഭാവങ്ങളും മാറ്റാൻ കഴിയാത്തതുണ്ടെങ്കിൽ ഇന്ന് ക്രിസ്തുവിനോട് പറയുക, കർത്താവെ, എൻ്റെ ജീവിതം അങ്ങൊന്ന് ഏറ്റെടുക്കണമേ. ഞാൻ ഇന്ന് എൻ്റെ പാപങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. എൻ്റെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് ഞാൻ ലോകത്തിൻ്റെ മകനായിരുന്നു, ഇനി എന്നെ അങ്ങയുടെ മകനാക്കി തീർക്കണമേ എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റുപറയുന്നെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. എൻ്റെ അനുഭവമാണ്. നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ ജീവിതത്തെ ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. എൻ്റെ പാപങ്ങളെ ഒന്ന് ക്ഷമിക്കണമേ ദൈവമേ, എന്നെ അങ്ങൊന്ന് കഴുകി ശുദ്ധീകരിക്കണമേ. ബൈബിൾ പറയുക, നിങ്ങളുടെ പാപങ്ങൾ രക്താംബരം പോലെ കടും ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന, ഹെർമോന്യ മഞ്ഞു പോലെ വെളുപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യവും സമാധാനവും നമ്മുടെ ഹൃദയങ്ങളിൽ അനുഭവിക്കാൻ സാധിക്കും. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ആ സമാധാനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തു യേശുവിലുള്ള സമാധാനം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിടവാങ്ങുന്നു. താങ്ക് യു. താങ്ക് യു ജില്ലു ബ്രദറെ. ഇനി സംസാരിക്കാൻ ആരെങ്കിലും കയറി വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ജില്ലു ബ്രദർ കേൾക്കുന്നുണ്ടോ? കേൾക്കാം ബ്രോ. താങ്ക് യു ജില്ലു ബ്രദറെ. കേൾക്കുന്നുണ്ടോ? സംസാരിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോ? ഇനി ആരും ഇല്ലെന്ന് തോന്നുന്നു ബ്രോ. ജില്ലു ബ്രദർ പ്രാർത്ഥിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ തന്നെ പ്രാർത്ഥിക്കണം? ഞാൻ പ്രാർത്ഥിക്കാൻ കുഴപ്പമുള്ളതല്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു അവസരം കൊടുക്കാന്ന് വെച്ചിട്ടായിരുന്നു. താഴത്ത് ആരെങ്കിലും പ്രാർത്ഥിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് മുകളിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാമോ? ഹാൻഡ് റൈസ് ചെയ്യാമോ പ്ലീസ്? ഇഫ് യു വുഡ് ലൈക്ക് ടു കം അപ്പ്, ലെറ്റ്സ് ഡു ഇറ്റ്. നോ പ്രോബ്ലം. ഞാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, ഈ നല്ല സമയത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ പൈതങ്ങളായിരുന്ന ഞങ്ങൾക്ക് സമയഭേദമന്യേ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുവാൻ അങ്ങ് ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ദൈവമേ, ഈ സമയം ഈ റൂമിലായിരുന്ന, ഞങ്ങളോട് സംസാരിച്ച, ഞങ്ങളെ ശ്രവിച്ച എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ സമാധാനം, സന്തോഷം, ദൈവസ്നേഹം അനുഭവിപ്പാൻ ഞങ്ങളെ ഏവരെയും അങ്ങിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം അങ്ങ് ക്ഷമിക്കണം. ഞങ്ങളുടെ കേൾവിക്കാരെ ഏവരെയും, ഈ റൂമിൽ കടന്നു വന്ന ഏവരെയും അങ്ങ് സന്ദർശിക്കണം. അവരുടെ ഹൃദയത്തിന്റെ അവസ്ഥകളെ അറിഞ്ഞ് അങ്ങ് അവരോട് സംസാരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആരെങ്കിലും മുറിവേറ്റവരായി, ആരെങ്കിലും കണ്ണുനീരോടുകൂടെ, ആരെങ്കിലും വേദനയോടുകൂടെ ഞങ്ങളെ ശ്രവിക്കുന്നുവെങ്കിൽ പിതാവേ, അങ്ങയുടെ ആശ്വസിപ്പിക്കുന്ന കരം ഒന്ന് അവരെ തൊടണമേ. അങ്ങയുടെ സ്നേഹം, സാന്ത്വനം, ആശ്വാസം മനസ്സിലാക്കുവാൻ അവരെ അങ്ങിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലിരുന്ന് ഞങ്ങളെ കേൾക്കുന്ന ഏവരെയും സന്ദർശിക്കുന്ന സർവ